അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. ദൈവത്തിനും സ്തോത്രം. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നു. അത്ഭുതം ചെയ്യാത്ത ദൈവത്തെ മനുഷ്യനിഷ്ടമല്ല. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തെ മാത്രമേ മനുഷ്യന് താല്പര്യമുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടക്കും. ഒരു ദിവസം നടക്കാതിരുന്നാൽ പിറ്റേ ദിവസം നടക്കും എന്നുള്ളതായ ഒരു പ്രതീക്ഷ. അവൻ കൂട്ടായ്മകൾ മാറി മാറി നോക്കുന്നു, കൺവെൻഷനുകൾക്ക് മാറി മാറി ഓടുന്നു. അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ മനുഷ്യനെപ്പോഴും അത്ഭുതങ്ങൾക്കായി ഓടി നടക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ദൈവം ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് അത്ഭുതങ്ങൾ കാണുന്നത്? തിരുവചനത്തിൽ നാം വായിച്ച ഭാഗം, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഭൂമിയിൽ ചെയ്യുന്നത് സകലതും അടയാളങ്ങളാണ്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും തമ്മിൽ എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാവുന്ന സ്ഥലവും അടയാളങ്ങൾ പ്രവർത്തിക്കാവുന്ന സ്ഥലവും തമ്മിൽ ദൈവം വേർതിരിച്ചിരിക്കുന്നു എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പിതാവായ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ 22-ാം വാക്യത്തിൽ വായിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തിയും മനുഷ്യർ കാണെ അത് പ്രകടമാക്കി താൻ ദൈവപുത്രനെന്ന് സ്ഥാപിച്ചു. തൻ്റെ അധികാരത്തെയും തൻ്റെ അവകാശത്തെയും കുറിച്ച് മനുഷ്യരെ ബോധ്യമാക്കുവാൻ ഈ 3 പ്രവൃത്തികളും കർത്താവ് ചെയ്തു. 1 ശക്തി, 2 അത്ഭുതം, 3 അടയാളം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഇന്ന് ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി അത്ഭുതങ്ങളല്ല, അടയാളങ്ങളാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ ആദ്യം ചെയ്ത അത്ഭുതം എന്ന് നാം അവകാശപ്പെടുന്ന കാര്യം കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ഇത് പ്രവർത്തിച്ചു, അത്ഭുതമല്ല. എന്താണ് ഈ അടയാളത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും തമ്മിൽ വ്യത്യാസം? അവർ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ടല്ലോ. അവർ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മെ വ്യത്യാസമുള്ളതായി ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ഇതിനെ രണ്ടിനെയും സങ്കുലപ്പെടുത്തി അതിൽ തമ്മിൽ വ്യത്യാസം കാണാതെ അവരുടെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റി ഓടുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുന്നതിനാൽ അനേകം നന്മകൾ അല്ലെങ്കിൽ വിടുതലുകൾ മനുഷ്യൻ പ്രാപിക്കാതിരിക്കുവാൻ ശത്രു അവരുടെ കണ്ണിൽ രണ്ടും കൂടെ ചേർത്ത് കുഴച്ച് കാണിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നോക്കൂ, അടയാളങ്ങൾക്കൊരു സന്ദേശമുണ്ട്. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ അടയാളമാണെങ്കിൽ ആ അടയാളത്തിൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിന്, ദൈവത്തിന്, സ്വർഗത്തിന്, കർത്താവിന് നമ്മോട് തരുവാനുള്ളതായ ഒരു സന്ദേശം അതിൽ കാണും. എന്നാൽ അത്ഭുതങ്ങളിൽ സന്ദേശമില്ല. തൻ്റെ അധികാരവും ശക്തിയും കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ദൈവം അടയാളങ്ങൾ ചെയ്യുമ്പോൾ അത് മനുഷ്യൻ്റെ സഹായം അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ കൂടെയാണ് ദൈവം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത്. നോക്കൂ, കാനാവിലെ കല്യാണത്തിന് ദൈവം കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വീഞ്ഞാക്കുകയല്ല ചെയ്തത്. ആ ബാല്യക്കാരോട് പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുകയും. അപ്പോൾ അവരെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനിയും കോരിക്കൊടുക്കുവിൻ. അപ്പോൾ ആ വെള്ളം നിറച്ചവരും കോരിക്കൊടുത്തവരും ഒന്ന് തന്നെ. അവരിൽ ചില വിശ്വാസം, അനുസരണത്താൽ അവരിലൊരു വിശ്വാസം സംഭരിച്ചു. ദൈവത്തിന് സ്തോത്രം. താൻ ഇന്ന വ്യക്തിയാണ്, അതിന്മേൽ അധികാരമുള്ള, ആ ഉദ്ദേശത്തിന്മേൽ അധികാരമുള്ള ഒരു വ്യക്തിയെന്ന് അവിടെ അടയാളം കാണിച്ചു. അവിടെ അത്ഭുതമല്ല കർത്താവ് കാണിച്ചത്. നോക്കൂ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നൊക്കെ
ദൈവം ചെയ്തതായ പല പ്രവൃത്തികളുണ്ടല്ലോ. എന്താണ് സംഭവിച്ചത്? കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷിക്കാവുന്ന ഭക്ഷണം ഉണ്ടാക്കിയോ? അത്രയും അപ്പം കർത്താവ് സൃഷ്ടിച്ചോ? ഇല്ല, കർത്താവ് അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ദൈവം ചെയ്തില്ല. കർത്താവ് എന്താണ് ചെയ്തത്? തൻ്റെ കയ്യിൽ കിട്ടിയതായ ആ അപ്പത്തെ എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി അത് ശിഷ്യന്മാരുടെ കയ്യിൽ 12 കൊടുത്തു. അടിസ്ഥാന ഉപദേശം. ദൈവത്തിന് മഹത്വം. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വിളമ്പുകയും. അവർ വിളമ്പിയപ്പോൾ വിളമ്പും തോറും അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. അതിൽ കൂടെ നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. നാം വിളമ്പുന്നവരായാൽ അത് വർധനയുണ്ടാകും. നാം കൂട്ടിവെക്കുന്നവരായാൽ അത് വർദ്ധിക്കുകയില്ല. ദൈവത്തിന് തരുന്ന സന്ദേശമുണ്ട്. നാം കൊടുക്കുവാൻ മനസ്സുള്ളവരായി വിളമ്പുന്നുണ്ടെങ്കിൽ, സ്വർഗത്തേക്ക് നോക്കി അതിനെ ഞുറുക്കുന്നു എങ്കിൽ, അതിനെ വിളമ്പുവാൻ നാം വിശ്വാസത്താൽ ശക്തരാകുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അപ്പം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അടയാളങ്ങളുടെ ഒരു സന്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മളാൽ ദൈവശക്തി ചെയ്യിക്കുന്ന പ്രവൃത്തിയുടെ സാഫല്യതയാണ് ദൈവം അടയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണിത് മനുഷ്യനിൽ കൂടെ ദൈവം ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ അപേക്ഷയിലുമൊക്കെയും നാം അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കുക. നമുക്കറിയില്ല കർത്താവ് എങ്ങനെയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്ഭുതങ്ങൾക്ക് നമ്മെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ഭാവിയിൽ കൂടെയും ഏതൊരു ദോഷിയിൽ കൂടെയും കല്ലിനെയും മരത്തെയും ദൈവത്തിന് വേറൊന്നാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയും. എന്നാൽ അങ്ങനെ ദൈവം ചെയ്യുമ്പോൾ അത് കേവലം ഒരു അല്ലെങ്കിൽ ഒരു മജീഷ്യൻ്റെ പ്രവൃത്തി പോലെ ആയിപ്പോവും, അല്ലെങ്കിൽ ഒരു മന്ത്രവാദികൾ ചെയ്യുന്നത് പോലെ ആയിപ്പോവും. ആ വിഹായസിൽ നിന്ന് റോസാപ്പൂ സ്വീകരിച്ച് മനുഷ്യർക്ക് കൊടുക്കുന്നത് പോലെ. എന്നാൽ ദൈവം ചെയ്യുന്നത് അങ്ങനെയല്ല. എന്താണ് ദൈവം ചെയ്യുന്നത് നോക്കൂ. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെയും ആകാശത്തിൽ അത്ഭുതം ചെയ്യും. കാരണം ആകാശത്തിലുള്ള സൃഷ്ടികളൊക്കെയും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, അതൊക്കെയും നമ്മുടെ കണ്ണിൽ പെടാതെ നമുക്ക് അല്ലെങ്കിൽ വ്യക്തമായി തിരിച്ചറിയാത്തതായ ഒരു വിഹായസിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവിടെയൊക്കെയും ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ തേജസ്സിനെയും അധികാരത്തെയും അത് വെളിപ്പെടുത്തുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ അതിന് ചില സന്ദേശങ്ങൾ നമുക്ക് തരുന്നതിനായി അത് നമ്മുടെ ഒരു പ്രവൃത്തി അതിനടിസ്ഥാനമായിട്ട് ദൈവത്തിന് വേണം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ സ്വർഗത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു, ഭൂമിയിൽ അവൻ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു കഷ്ടത വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, പല ആവശ്യങ്ങളുടെ മുഖത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളുടെ മുഖത്ത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെല്ലാം അത്ഭുതം പ്രവർത്തിക്കണമേ എന്നാണ്. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ദൈവം അത്ഭുതമല്ല പ്രവർത്തിക്കുന്നത്. ഒരു സമർപ്പിക്കുന്ന അനുസരിക്കുന്ന ജീവിതത്തിൽ കൂടെ ദൈവം ചില രൂപാന്തരങ്ങൾ വരുത്തി അവൻ്റെ വിശ്വാസത്തെ മാനിച്ച് അവൻ ചില അടയാളങ്ങൾ ചെയ്യും. അതാണ് കർത്താവ് ഒരു സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ വേറൊരുവൻ്റെ വിശ്വാസമല്ല, ദൈവം അവളോട് കാണിക്കുന്നതായ വിശ്വാസമല്ല, അവളുടെ വിശ്വാസം അവളെ രക്ഷയായി മാറും. നമ്മളുടെ സമർപ്പണം നമുക്ക് അടയാളമായി, നമുക്ക് വിടുതലായി മാറുന്നു. നമ്മുടെ അനുസരണം നമ്മുടെ വിടുതലിനായി ഉപകരിക്കുന്നു. നമ്മുടെ വിശ്വാസം നമ്മെ പൂർണ്ണമായി അല്ലെങ്കിൽ ദൈവത്തെ പിൻപറ്റുവാൻ, ദൈവത്തെ അംഗീകരിക്കുവാൻ തക്കോണം നമ്മുടെ ഹൃദയങ്ങളെ അത് വശീകരിക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് അടയാളം. ഇന്നലെ നാം കൊള്ളരുതാത്തവരായിരുന്നു, ഇന്ന് നമ്മുടെ അനുസരണത്താൽ നാം കൊള്ളാവുന്നവരായി തീർന്നു. ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവം ചെയ്യുന്ന അത്ഭുതമോ നമ്മെ അവൻ വിളിക്കുന്ന വിളിയാണ്. ദൈവം ചെയ്യുന്നതായ അത്ഭുതം. ലോകത്തിൽ ദോഷികളായിരുന്ന നമ്മളെ ദൈവം തൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം അത്ഭുതമായ പ്രകാശത്തിലേക്ക് അവൻ വിളിച്ചു. ആ വിളിയാലുള്ള ആശയെ, ആ വിളിയുടെ സ്വരത്തെ നാം അനുസരിക്കുമ്പോൾ നമ്മിൽ കൂടെ ദൈവത്തിൻ്റെ ആ അത്ഭുതമാകുന്ന വിളി നമ്മിൽ അത് അടയാളമായി മാറ്റപ്പെടുന്നു. നാം മറ്റുള്ളവർക്ക് അടയാളമാകുന്നു.
നാം ചൂണ്ടുപലകകളാകുന്നു. കർത്താവിനെ നമ്മളിൽ കൂടെ കാണിച്ചു കൊടുക്കത്തക്കവണ്ണം ചില മനുഷ്യർക്ക് ചില അടയാളങ്ങൾ കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ മനുഷ്യനെ കാണിച്ചതിന് ശേഷം, തേജസ്സിനെയും അധികാരത്തെയും വെളിപ്പെടുത്തിയതിന് ശേഷം, അത്ഭുതം എപ്പോഴും നടക്കാതെ അത് ഒരിക്കൽ മാത്രം ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നു എങ്കിൽ, അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും അടയാളങ്ങൾ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വ്യത്യാസം. ഭൂമിയിൽ ദൈവം ചെയ്യുന്നത് അത്ഭുതമല്ല, അടയാളമാണ്. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ ആവശ്യമെങ്കിൽ, വിടുതലുകൾ ആവശ്യമെങ്കിൽ നാം അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാകരുത്. അടയാളങ്ങൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കണം. നമ്മുടെ ജീവിതം അടയാളമാകണം. ആർക്കടയാളമാകണം? നമുക്ക് തന്നെ അടയാളമാകണം. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നാം വിശ്വസിക്കുന്ന വിശ്വാസത്താൽ അതാദ്യം നമുക്ക് രക്ഷയായി തീരണം. നമുക്ക് രക്ഷയായി തീർന്നതിന് ശേഷം മാത്രമേ ആ രക്ഷയാണ് മറ്റുള്ളവർക്ക് നാം അടയാളമായി കാണിച്ചു കൊടുക്കുന്നത്. അടയാളം 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 ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് വ്യാപരിക്കുന്നു. ഒരു മനുഷ്യനിൽ നിന്ന് വേറൊരു മനുഷ്യനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയും, അവന് കാണിച്ചു കൊടുക്കുവാൻ കഴിയും, അവന് ദർശിക്കുവാൻ കഴിയും. എന്നാൽ അത്ഭുതങ്ങൾ നമുക്കവരെ കാണിച്ചു കൊടുക്കുവാൻ കഴിയില്ല. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്ഭുതമായ പ്രകാശം തൻ്റെ വിളിയാൽ ഉള്ളതായ ആശയം അവൻ കേൾപ്പിച്ചതിന് ശേഷം, ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചതിന് ശേഷം, ആ ശബ്ദത്തിന് അനുസരണമായി മനുഷ്യൻ നീങ്ങുമ്പോൾ അവർ ഭൂമിയിൽ ദൈവത്തിന് അടയാളമായി മാറും. ദൈവജനങ്ങൾക്ക് അടയാളമായി മാറും. വിശ്വസിക്കുന്നവർക്ക് അടയാളമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം അടയാളങ്ങളെയാണ് കാണിച്ചു തരുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നാം മറ്റുള്ളവർക്കും അടയാളങ്ങളാകുവാൻ, ലോകത്തിന് അടയാളമാകുവാൻ, ലോകമനുഷ്യർക്ക് അടയാളമാകുവാൻ, നമ്മുടെ കുടുംബത്തിന് അടയാളമാകുവാൻ, കുഞ്ഞുങ്ങൾക്ക് അടയാളമാകുവാൻ, ദേശത്തിന് അടയാളമാകുവാൻ, ഇങ്ങനെ സർവ്വ ലോകത്തിനും നാം അടയാളങ്ങളായി ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യനോ അവൻ അത്ഭുതത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. അത്ഭുതങ്ങൾ കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അടയാളത്തിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യർ ഇന്ന് ചുരുക്കമായി വരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളല്ല നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്, അത്ഭുതങ്ങളല്ല നമ്മെ വിടുവിക്കുന്നത്, അത്ഭുതങ്ങളല്ല നമുക്ക് സൗഖ്യം തരുന്നത്, അത്ഭുതങ്ങളല്ല നമ്മെ പോഷിപ്പിക്കുന്നത്. എന്നാൽ അടയാളങ്ങളാണ് നമ്മളെ അതിലൊക്കെയും അവകാശികളാക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. എങ്ങനെയാണ് നാം അടയാളങ്ങൾക്ക് പ്രാപ്തരായിത്തീരുന്നു? അടയാളങ്ങൾക്ക് വേണ്ടി നാം പ്രാപ്തരാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരായിത്തീരണം. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവേൻ. അതിനുശേഷം കർത്താവ് പറയാണ്, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾ ഭക്ഷിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കെല്ലാം വിളമ്പുകയും ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ദൈവം കൽപ്പിക്കുന്നത് അനുസരിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് അടയാളമായി മാറുന്നു, കർത്താവിന് അടയാളമായി മാറുന്നു, ദൈവത്തിന് അടയാളമായി മാറുന്നു. ഈ ലോകം നമ്മെ കണ്ട് നമ്മിൽ കൂടെ, നമ്മുടെ വിശ്വാസത്തിൽ കൂടെ ദൈവത്തിലേക്ക് കടക്കുവാനുള്ളതായ, ദൈവത്തിങ്കിലേക്ക് നടന്നു വരുവാനുള്ളതായ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനുള്ളതായ അടയാള വഴികളായി അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുകയല്ല, അതിശയിപ്പിക്കുകയല്ല ദൈവം ചെയ്യുന്നത്. മനുഷ്യനെ അടയാളമായി മാറ്റുവാൻ ഭക്തന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഗോഡ് ബ്ലെസ് യു.